കോൺഗ്രസ് നേതാക്കളുടെ കണ്ണുരുട്ടലിൽ നിലപാട് മയപ്പെടുത്തി ശശി തരൂർ 30 ദിവസം ജയിലിൽ കിടക്കുന്ന മന്ത്രിമാരെ നീക്കാനുള്ള ബില്ലിൽ തെറ്റൊന്നും കാണുന്നില്ലെന്നും സാമാന്യ ബുദ്ധിയുടെ കാര്യമാണെന്നുമായിരുന്നു ശശി തരൂരിൻ്റെ ആദ്യ പ്രതികരണം. എന്നാൽ സമ്മർദ്ദം ശക്തമായതോടെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്ന് തരൂരിന് സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കേണ്ടി വന്നു. And I don't know those bills well enough to give you a comment. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. On the second issue of the online gaming, 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിയായി തുടരാനാകുമോ? ഇത് സാമാന്യ ബുദ്ധിയുടെ കാര്യമാണ്. തനിക്കതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്നായിരുന്നു ശശി തരൂരിൻ്റെ ആദ്യ പ്രതികരണം. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന നിർണായക ഭരണഘടനാ ഭേദഗതിയെ തരൂർ പിന്തുണച്ചു. എന്നാൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലിന് അനുകൂല നിലപാട് വ്യക്തമാക്കിയ ശശി തരൂരിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവരോട് പ്രതിഷേധമറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തെ ഒന്നടങ്കം വെട്ടിലാക്കുന്ന നടപടിയാണ് ജയിലിൽ കിടക്കുന്ന മന്ത്രിമാരെ നീക്കുവാനുള്ള ബില്ലിലും തരൂർ സ്വീകരിച്ചതെന്നായിരുന്നു മറ്റു പ്രതിപക്ഷ നേതാക്കളുടെ ആക്ഷേപം. അതേസമയം ഖാർഗെ തരൂരുമായി സംസാരിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങളെ പഴിചാരി നിലപാട് മയപ്പെടുത്താൻ തരൂർ ശ്രമിച്ചു. താൻ ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്ന മാധ്യമ വാർത്തകൾ വളച്ചൊടിച്ചതാണെന്ന് ശശി തരൂരിന് പിന്നീട് എക്സിൽ കുറിക്കേണ്ടി വന്നു. ജനം, ഡൽഹി.